ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ക്രിസ്പി ആയൊരു സമൂസ റെസിപ്പി കണ്ടാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൻ അമർത്താനും മറക്കണ്ട. പിന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് 2 സവാള അരിഞ്ഞ് കുനുകുനാ അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ. അത് ബൈഫാനിൽ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓയിൽ ഒഴിച്ചതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ആദ്യം തന്നെ ഇട്ടാൽ പെട്ടെന്ന് വഴറ്റി വന്നോളൂ കേട്ടോ. പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ടിട്ട് വീണ്ടും വഴറ്റുക. പിന്നെ അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി, ഗരം മസാലയും കുരുമുളകും പൊടി ഇട്ടിട്ട് വീണ്ടും വഴറ്റുക കേട്ടോ. അപ്പോൾ അതിനിടയിൽ നമ്മൾ എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഉപ്പും ചേർത്തിട്ട് ഒന്ന് കുഴച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ വേവിച്ചതിൻ്റെ ശേഷം നമുക്ക് ഇത് ചിക്കൻ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടോ, മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വരാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ആ മസാലക്കൂട്ടിലേക്ക് ഇട്ടിട്ട് കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇട്ടിട്ട് ഒന്ന് വീണ്ടും വഴറ്റുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടോ. ഇനി സമൂസൻ്റെ സീറ്റ് എടുക്കുക, ഇതേ പോണ ഒന്ന് മടക്കുക, ഫില്ലിങ് റെഡിയാക്കുക. സമൂസ സീറ്റിലേക്ക് മസാല ഫില്ല് ചെയ്തതിൻ്റെ ശേഷം മുട്ട ക്രംസ് ഉണ്ടാക്കുക. മുട്ടൻ്റെ ബാറ്റർ ഉണ്ടാക്കണം. മുട്ട ബാറ്ററിലൊന്ന് മുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാലാണ് കേട്ടോ ഒഴിച്ചത്. പാലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ ശേഷം സമൂസ സീറ്റ് മടക്കുന്ന ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കേട്ടോ. ഇതേപോലെ മടക്കിയെടുക്കുക. പിന്നെ മൈദൻ്റെ ബാറ്റർ ഉണ്ടാക്കണം കേട്ടോ. അതിന് വേണ്ടി ഞാൻ 2 ടീസ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. മൈദ ഒന്ന് എടുത്തതിൻ്റെ ശേഷം അതിൽ അല്പം പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഗമ്മാക്കി ഒട്ടിച്ചെടുക്കുക കേട്ടോ. അതിന് അതേമാതിരി വക്കുണ്ടാവും, ആ വക്കിൽ ഒന്ന് തേച്ച് കൊടുക്കുക, പിന്നീട് വീണ്ടും ഒട്ടിച്ചു കൊടുക്കുക. ഇതേമാതിരി എല്ലാം ചെയ്ത് വെക്കുക കേട്ടോ. എല്ലാ ഷീറ്റും എടുക്കുക, ഫില്ലിങ് റെഡിയാക്കിയതിന് ശേഷം ഇതേമാതിരി ഒട്ടിച്ചു കൊടുക്കുക. എല്ലാ ഷീറ്റുകളും ഇതേമാതിരി ഫില്ല് ചെയ്യുക കേട്ടോ. ഫില്ല് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ബാറ്റർ ഉണ്ടാക്കി കൊടുക്കാം. ബാറ്റർ ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ നേരത്തെ ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബ്രെഡിൻ്റെ വക്കൊക്കെ. ആ വക്കൊന്നും നമുക്ക് ഒഴിവാക്കേണ്ട, അതാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ മുട്ടൻ്റെ ബാറ്ററിലേക്ക് മുക്കുക. പിന്നെ ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ എണ്ണയിലേക്ക് പൊരിച്ചെടുക്കുക കേട്ടോ. ഇതേമാതിരി എല്ലാം ചെയ്യുക കേട്ടോ. നേരത്തെ ഉണ്ടാക്കി വെച്ചതൊക്കെ ഇതേമാതിരി ഒന്ന് ചെയ്യാം. വെറൈറ്റി റെസിപ്പിയാണല്ലേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ, മറക്കരുത്. നമുക്ക് നോമ്പൊക്കെ കഴിയാനായില്ലേ. അപ്പോൾ ഇതേമാതിരി നോമ്പ് കഴിയണതിൻ്റെ മുന്നേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടിട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. സാധാ സമൂസയിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലേ. അതെല്ലാം ഇതേമാതിരി മുട്ടൻ്റെ ബാറ്ററിലേക്ക് മുക്കുക. ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എണ്ണയിലേക്ക് ഇട്ടതിൻ്റെ ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒന്ന് നല്ല ഞെരിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഒന്ന് തിരിച്ചു ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ക്രിസ്പിയായ സമൂസ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഈ റംസാൻ കഴിയുന്നതിൻ്റെ മുന്നേ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു റെസിപ്പിയായിട്ട് നാളെ വരാം.